ഗാസയിലെ ക്രൂരത മറച്ചുവെക്കാൻ വിമർശകരെ വേട്ടയാടുന്ന നെതന്യാഹു. അധികാരവും ധാർമ്മികതയും തമ്മിലുള്ള പോരാട്ടം. ഗാസയിൽ തുടരുന്ന സമാനതകളില്ലാത്ത വംശഹത്യയ്ക്കും മാനുഷിക ദുരന്തങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന ലോക നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കുമെതിരെ ഭീഷണിയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ന്യൂയോർക്ക് മേയർ സോഹ്റാൻ മംദാനി പുറത്തുവിട്ട വീഡിയോ സന്ദേശം വിദ്വേഷ പ്രസംഗമാണെന്ന നെതന്യാഹുവിന്റെ ആരോപണം സ്വന്തം കുറ്റകൃത്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും നിഷ്പക്ഷ ശബ്ദങ്ങളെയും നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന നെതന്യാഹുവിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിന്റെ മറ്റൊരു തെളിവ് കൂടിയാണിത്. പലസ്തീനിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെയും കൂട്ടക്കൊലകളെയും തുറന്നു കാട്ടാനും ചോദ്യം ചെയ്യാനും തയ്യാറായ ചുരുക്കം ചില അന്താരാഷ്ട്ര ജനപ്രതിനിധികളിൽ ഒരാളാണ് സോഹ്റാൻ മംദാനി. ഗാസയിൽ 50,000-ലധികം നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുത്ത, ലക്ഷക്കണക്കിന് ആളുകളെ തെരുവാധാരമാക്കിയ സൈനിക നടപടികളെ യുദ്ധക്കുറ്റമെന്ന് വിശേഷിപ്പിച്ചതാണ് നെതന്യാഹുവിനെ പ്രകോപിപ്പിച്ചത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് നേരിടുന്ന ഒരു വ്യക്തി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നത് തീർത്തും പരിഹാസ്യമാണ്. തനിക്കെതിരെ സംസാരിക്കുന്നവരെയെല്ലാം വിദ്വേഷ പ്രചാരകർ അല്ലെങ്കിൽ സെമിറ്റിക് വിരുദ്ധർ എന്ന് മുദ്രകുത്തി ആക്രമിക്കുക എന്നത് നെതന്യാഹു കുറേ കാലമായി തുടരുന്ന രീതിയാണ്. എന്നാൽ സ്വന്തം ഭരണകൂടം നടത്തുന്ന ഭീകരതയെയും യുദ്ധക്കുറ്റങ്ങളെയും മറച്ചുവെക്കാൻ ഇത്തരം വാദങ്ങൾക്കൊന്നും ഇനി സാധിക്കില്ല. അന്താരാഷ്ട്ര നിയമങ്ങളെയും കൺവെൻഷനുകളെയും കാറ്റിൽ പറത്തി സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്ന ഒരു ഭരണാധികാരിക്ക് മറ്റുള്ളവരുടെ പ്രസംഗങ്ങളെ ഉപദേശിക്കാൻ യാതൊരു ധാർമ്മിക അവകാശവുമില്ല. ന്യൂയോർക്ക് പോലെ ലോകശ്രദ്ധയുള്ള ഒരു നഗരത്തിന്റെ മേയർ എന്ന നിലയിൽ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കുകയും അതിക്രമങ്ങൾക്കെതിരെ ഉറച്ച ശബ്ദം ഉയർത്തുകയും ചെയ്ത മംദാനിയുടെ നടപടി ഏറെ പ്രശംസനീയമാണ്. അതിനെ വിദ്വേഷമായി ചിത്രീകരിക്കുന്നത് ഇസ്രയേലിന്റെ വംശഹത്യാ നയങ്ങളെ ന്യായീകരിക്കാനുള്ള ദാരുണമായ ശ്രമമാണ്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ജനപ്രതിനിധികളെ അടിച്ചമർത്താൻ നെതന്യാഹു നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ലോകത്തിനു മുന്നിൽ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കുക മാത്രമേയുള്ളൂ. അധികാരശക്തി ഉപയോഗിച്ച് സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് അന്താരാഷ്ട്ര സമൂഹം നെതന്യാഹുവിന് നൽകേണ്ടത്.